ഹലോ, പിങ്ക് പെറ്റൽസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉപയോഗിച്ചൊരു മസാലയും ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയ ഒരു റൈസും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി 1 കിലോ ചിക്കനിലേക്ക് ഒരു 10 അല്ലിയോളം ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയിലയും പുതിനയും അരിഞ്ഞത് കൂടി ചേർക്കുന്നു. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ടു. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഞാൻ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒരു 1/4 വേവ് ആകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഇളക്കി മിക്സാക്കുക, പിന്നീട് ഇളക്കരുത്. ചിക്കൻ വേവുമ്പോഴേക്കും അത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, ഒരു കോഴിമുട്ട, ഉപ്പ്, ഇവ ഒന്നിച്ചാക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ 1/4 വേവായി വന്നിട്ടുണ്ട്. ഇനി ഈ പീസെല്ലാം നമുക്ക് മസാലയിൽ പുരട്ടി വയ്ക്കാം. വെന്ത ചിക്കൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ച് മസാല പുരട്ടി എടുക്കണം. ഇത് ചിക്കൻ വെന്ത വെള്ളമാണ്. ഇതിലാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. ഈ വെള്ളം അളന്നെടുത്തിട്ട് പോരാത്ത വെള്ളം മാത്രമേ ഇനി റൈസ് ചേർക്കേണ്ടതുള്ളൂ. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെന്ത ചിക്കൻ ആയതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ട് കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ അത് ഉണങ്ങി ഹാർഡായി പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് വേഗത്തിൽ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക മാത്രം ചെയ്താൽ മതി. ചിക്കനെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 4 സവാള കനം കുറച്ചരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചെണ്ണ ചേർത്താൽ മതി. നമുക്ക് ചിക്കൻ പൊരിച്ച എണ്ണ ഒന്ന് അരിപ്പേ കൂടി അരിച്ചെടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും. ആദ്യമേ അത് ചേർത്താൽ അതിൽ മുളകിൻ്റെയും മഞ്ഞളിൻ്റെ ഒക്കെ കളറുള്ളത് കൊണ്ട് ഉള്ളി എത്രത്തോളം വഴണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഉള്ളി വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ ബിരിയാണിയിലേക്കുള്ള റൈസ് നമ്മൾ ചിക്കൻ സൂപ്പിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആ ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. അധികം മസാല നമുക്ക് വേണ്ടി വരില്ല. ഞാനെടുത്ത ഈ 4 ഉള്ളിയുടെ മസാല നല്ല പാകത്തിനുണ്ടായിരുന്നു. അതിൽ കൂടുതൽ മസാല വേണമെന്നുള്ളവർ വേണമെങ്കിൽ ഒരു ഉള്ളി കൂടി എടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ചേരുവകളായി ചേർക്കാം. ആദ്യമായി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചത് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുത്ത് പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മസാലയിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്.
തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു ചേരുന്നത് വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കണം. തക്കാളി ഇവിടെ നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. അത് വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ട് മറക്കാതെ എല്ലാവരും അത് ചേർക്കണം. നാരങ്ങാ നീരാണ് നമ്മുടെ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് നൽകുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കിയിരുന്ന എണ്ണ ആ കരടെല്ലാം അരിച്ച് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം മസാല ചോറ് ചേർക്കാൻ വേണ്ടി ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് മസാലയുടെ ഉപ്പ് കറക്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി ഉപ്പെല്ലാം പാകമാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ ചിക്കനിലും മസാല പൊതിയുന്ന രീതിയിൽ വളരെ പതുക്കെ ചിക്കനും മസാലയും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് അത്ര വേഗം എല്ലിൽ നിന്നും വേർപെടില്ല, എന്നാലും വളരെ ശ്രദ്ധിച്ചിളക്കി കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിന അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ പതുക്കെ ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം. മസാലയിലെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈരല്ല ചേർത്തത്, നാരങ്ങാ നീരാണ്. അത് വീഡിയോയിൽ വരാത്തത് കൊണ്ട് ആരും വിട്ടു പോകരുത്, എല്ലാവരും മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് കുറഞ്ഞ തീ ഏറ്റവും കുറഞ്ഞതായിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് നേരം നമുക്ക് വെച്ചിരിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഈ ചിക്കൻ മസാല പാത്രം ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിൽ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വയ്ക്കാം. 1 കിലോ കൈമേരിയാണ് ഞാൻ ചോറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണയും നെയ്യും കൂടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കറുവപ്പട്ടയുടെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നീട് ചതച്ച 4-5 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പു എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലവണ്ണം കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന 1 കിലോ അരി ഇട്ട് കൊടുക്കാം. അരി നെയ്യിൽ ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. അരി കഴുകുമ്പോൾ അരിയിലുള്ള വെളുത്ത പൊടി പോകുന്നത് വരെ നമ്മൾ നന്നായി കഴുകിയെടുത്താൽ അരിയുടെ ഒട്ടൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അരി അല്പം വറവായാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ പാത്രത്തിന് വെള്ളം അളന്നെടുക്കാം. ഞാനെടുത്ത പാത്രത്തിന് എനിക്കൊരു 3/4 പാത്രം അരിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സൂപ്പും കൂടി ചേർത്ത് 3/4 പാത്രം വെള്ളമാക്കി ആദ്യം ഒഴിച്ചു കൊടുത്തു. ചിക്കൻ മസാല തയ്യാറാക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ മസാല അതിൽ നിന്നും മാറ്റി വെച്ചിരുന്നു, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനരി അളന്ന് അതേ പാത്രത്തിൽ തന്നെ 3/4 വെള്ളം എടുക്കുന്നതിന് പകരം 3/4 വെള്ളത്തിൽ നിന്നും 1/4 ഭാഗം കുറച്ചിട്ട് ഞാൻ എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
ഈ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കണം. കാരണം നമ്മൾ ചേർത്ത സൂപ്പിലും ഉള്ളി മസാലയിലും ഒക്കെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ നോക്കിയിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരിക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടാകൂ. ഇനി കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ചോറ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, പുതിനയില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചൈനീസ് മല്ലിയില വീട്ടിലുള്ളത് കൊണ്ട് അതാണ് ഞാനിതിലേക്ക് ഇടുന്നത്. 1 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ചട്നി അല്പം ലൂസിലാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ചട്നി പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല അടുത്ത് വയ്ക്കാം. അതിനുശേഷം ഇതുപോലൊരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഒരു നിര ചോറിട്ട് കൊടുക്കുക. കുക്കർ തുറക്കുമ്പോൾ ചോറ് വെന്ത് പോയോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇത് ദമ്മിട്ടെടുക്കുമ്പോൾ പാകത്തിനുള്ള ചോറായി കിട്ടും. ചോറ് നിരത്തിയിട്ട് അതിന് മുകളിലായിട്ട് വേണമെങ്കിൽ അല്പം ഗരം മസാലപ്പൊടിയും മല്ലിയിലയും പുതിനയും അരിഞ്ഞതും വിതറി കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ മസാല നിരത്തി കൊടുക്കാം. ഈ ചോറിന് മുകളിലായിട്ട് ചിക്കൻ മസാല ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുക്കും. ചോറ് മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് അതിന് മുകളിൽ വറുത്തെടുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരി ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിന അരിഞ്ഞതും വിതറി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത് ഇതുപോലൊക്കെ പഴയ ഉപയോഗിക്കാത്ത ചപ്പാത്തിക്കല്ലുണ്ടെങ്കിൽ എടുക്കുക. അതിന് മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണിയിലെ റൈസ് നമ്മൾ ചിക്കൻ സൂപ്പിൽ തയ്യാറാക്കിയതുകൊണ്ട് റൈസ് മാത്രമായിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി.